പോയ കാലത്തിന്റെ സിനിമാ ചുമരുകളിൽ അലങ്കാരത്തോടെ എഴുതി വച്ചിട്ടുണ്ട് ഈ മനുഷ്യന്റെ പേര്. ചലച്ചിത്രം എന്ന മാധ്യമത്തിന്റെ ഭാഗമായി നിന്ന് അതിരുകളില്ലാത്തത്ര പ്രശസ്തി നേടിയ ഒരു കലാകാരനാണിത്. സിനിമയ്ക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരാൾ. കിത്തോ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. കലാസംവിധായകനായും പോസ്റ്റർ ഡിസൈനറായും സിനിമയ്ക്ക് വലിയ വലിയ സംഭാവനകൾ നൽകിയതാണ് ഇദ്ദേഹം. വരയും വർണ്ണവും കൊണ്ട് സിനിമാ ആസ്വാദകർക്ക് വിസ്മയങ്ങൾ ഒരുപാട് സമ്മാനിച്ച കലാകാരൻ. ഏറെ അറിയപ്പെടുകയും ഏറെ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്ത ഈ ചലച്ചിത്രകാരൻ ഇന്ന് സിനിമാ രംഗത്ത് നിന്ന് ഏറെക്കുറെ അകലെയാണ്. സിനിമ അങ്കണം വിട്ടു നിൽക്കുമ്പോഴും കിത്തോയുടെ മനസ്സിൽ നിന്ന് വെള്ളിത്തിരിയുടെ വെള്ളി വെളിച്ചം മാഞ്ഞു പോകുന്നതേയില്ല. ഈ മനസ്സിലെ മധുരതരമായ ഓർമ്മകൾക്കുമുണ്ട് ആ തിളക്കം. കുട്ടിക്കാലം പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തുടങ്ങി തന്നെ വരയ്ക്കാൻ ഒക്കെ വളരെ താല്പര്യമായിരുന്നു. എൻ്റെ അമ്മ വലിയ മുറ്റമുള്ള ഒരു വീടായിരുന്നു എൻ്റെത്. അമ്മ മുറ്റമടിച്ച് നല്ല കാലത്തെ നല്ല ഭംഗിയായിട്ട് മുറ്റമടിച്ചിടും. അപ്പോൾ ഞാൻ എൻ്റെ കളരി അവിടെ ആരംഭിക്കും. ആ മുറ്റത്ത് എനിക്ക് തോന്നുന്നതൊക്കെ ഇങ്ങനെ വരച്ചിടും പലതും. അപ്പോൾ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ അതൊക്കെ വന്ന് നോക്കുകയും അവരൊക്കെ എനിക്ക് വേണ്ടത്ര ഒരു ഉത്സാഹവും പ്രോത്സാഹനവും ഒക്കെ തരും. അതായിരുന്നു എൻ്റെ ആ ചെറുപ്പകാലത്തിലുള്ള ഒരു അനുഭവം. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ തന്നെ ഈ ക്ലേയും അതുപോലെയുള്ള സാധനങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസൊക്കെ ഉണ്ടാക്കും. ഒരു കൊയ്ത്തുകാരനോ ഒരു കാളവണ്ടിക്കാരനോ അല്ലെങ്കിൽ ഉഴവുകാരനോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചെളിയിൽ ക്ലേയിൽ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അത് എന്നിട്ട് പെയിൻറ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ മറ്റേ എൻ്റെ കസിൻ തരും. ഞാനതങ്ങനെ പെയിൻറ്റ് ചെയ്യും. അത് ആയിരുന്നു ചെറുപ്പത്തിലുള്ള ഒരു പ്രവർത്തന രീതി. സ്കൂളിലും സാറുമാർക്കൊക്കെ എന്നോട് വലിയ താല്പര്യമായിരുന്നു. കാരണം സ്കൂളിലും അവിടെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഞാനത് ചെയ്യും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവരവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ സ്കൂളിൽ നിന്നും എനിക്ക് നല്ല പ്രോത്സാഹനമൊക്കെ കിട്ടിയിരുന്നു. ഈശ്വരന്റെ അനുഗ്രഹം തൊട്ട വിരലുകളുമായി കലാരംഗത്ത് അടയാളമെഴുതാനുള്ള കിത്തോയുടെ യാത്ര ബാല്യത്തിലെ തുടങ്ങിയതാണ്. ജന്മനാടിന്റെ സ്നേഹവാത്സല്യങ്ങളും പ്രോത്സാഹനങ്ങളും കലാകാരന് വേണ്ടുവോളം കിട്ടി. സ്കൂൾ പഠിപ്പ് കാലത്ത് തന്നെ വരകളുടെ ലോകത്ത് സ്വന്തമായി ഒരിടം കണ്ടെത്താൻ കിത്തോയ്ക്ക് കഴിഞ്ഞിരുന്നു. ഞാൻ പഠിച്ചു പോകുന്ന എല്ലാ ക്ലാസ്സുകളിലും ഈ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിൽ ഫസ്റ്റ് പ്രൈസ് എനിക്കായിരിക്കും. പിന്നെ സ്കൂളിൽ എല്ലാവർക്കും അറിയാം പ്രൈസ് ഞാൻ കൊണ്ടുപോകും. അതങ്ങനെ ഒരു കീഴ്വഴക്കമാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തുടങ്ങി തന്നെ എനിക്കൊരു വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ പാർട്ട് ടൈം വർക്ക് സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവിടെ ഒരു കൊച്ചിൻ ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും വരച്ച ഡ്രോയിങ്ങാണ് ആവശ്യം. പണ്ട് ഇപ്പോഴുള്ള ഇതുപോലെ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ഒന്നും അന്നില്ലല്ലോ. എല്ലാം ഈ അച്ചിൽ കൊത്തിയെടുത്തിട്ട് അതാണ് ബ്ലോക്ക് ചെയ്താണ് പണ്ട് പ്രിൻ്റ് ചെയ്തിരുന്നത്. ആ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് പലതും വരയ്ക്കേണ്ടി വരും. ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്കൊരു നല്ല വരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത.